നമ്മ സദ്യ വാങ്ങിയാണ് ഓണം എന്തോ ഹിന്ദുക്കാർക്ക് സ്പെഷ്യല് anything behind it there's a story ഇതിട്ട മോനെ കവർ ചെയ്തിട്ട് എല്ലാ സൈഡിലും റാപ്പ് ചെയ്ത് ഇതെങ്ങനെയാണ് ഈ സൈഡ് കോർണേഴ്സ് ഓപ്പൺ ആക്കിയിട്ട് അല്ല ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യും ഞാൻ അത് ഇവിടെ പറഞ്ഞു ഇതിൻ്റെ കോർണേഴ്സ് അറിയില്ല നമുക്ക് അറിയാറുണ്ട് നമുക്ക് ഞാൻ ട്രൈ എന്നിറങ്ങി വണ്ടി പോന്നിട്ട് എങ്ങനെ സൗണ്ട് ആക്കുന്നു നീ കണ്ടു ബ്രദറാണ് കുറച്ച് സ്പീഡ് എടുപ്പോ നല്ല ഫ്ലാഷ് ഫ്ലാഷ് മഴ പെയ്യുമെന്ന് തോന്നട്ടാ രാത്രി 10 മണിക്ക് 2 മണിക്കെല്ലാം മഴയുണ്ടോ ഇപ്പൊ 2 മണിക്ക് എത്ര പെർസെന്റേജ് അറിയാ 100% റെയിൻ ചെയ്യാണ് രാത്രിയാ ആ 2 മണിക്ക് 100%. അത് എന്തിനാ മഴ കയറിക്കൊണ്ട് നല്ല വെള്ളം ഉണ്ടോ ഇവിടെ ആ കരയുന്ന ആ വണ്ടി കരയുന്ന എന്നാ മുമ്പിലുണ്ട് വണ്ടി സമൂഹത്തായി നടന്നല്ല നടക്കുന്ന ഫീലിംഗ് വണ്ടിയിലേക്ക് ഇത് നമ്മ മുങ്ങിയമ്മ വണ്ടി കരയുന്നുണ്ട് ശപ്പ അമ്മോ എന്തിനുണ്ടോ ഞാൻ അടിക്കുന്നത് ഉമ്മ ഒന്ന് കാണിച്ചിടോ എനിക്കും കാണുന്നില്ല ഉമ്മ ഇവിടെ വെള്ളം പറഞ്ഞ ഡോറിന്റെ അടുത്തേക്ക് എത്തുന്നു ഡോറിന്റെ അടുത്ത് നിർത്തിച്ച ഓക്കെ നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ വെള്ളമായ ഒരു വണ്ടി കാണുമോ ഒരു വണ്ടി കറക്റ്റില്ല വെള്ളം കയറി പോണ്ട ഇവിടെ വെള്ളം കയറിയ ജനങ്ങൾക്ക് ആവേശം ആയിരുന്നാലേ ആ വർഷം വെള്ളം കാണുന്നില്ലല്ലോ അന്നൊക്കെ 6 മാസം 3 മാസം വെള്ളം കെട്ടിയിരുന്നല്ലേ വണ്ടിക്കൊന്നുമില്ല കാറിൻ്റെ ആടെ ഇതാവും ബൈക്കാവും സാധ്യത കച്ചവടക്കാർക്ക് സാധനം തന്നെ നഷ്ടം വരും ഉള്ളിൽ വെള്ളം കയറിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം കയറിയത് തന്നെ സിലാമിന്റെ കച്ചവടത്തിന് സാധാരണ നഷ്ടം വരും ഇതിന്റെ പാസ്പോർട്ട് പോയി മറ്റേ 2024 മഴക്ക് മെരീന പാസ്പോർട്ട് പോയിന് ഒരു ഏപ്രിലിൽ ഏപ്രിൽ ഒരു മഴ ഉണ്ടായിട്ട് 3-4 ദിവസം അടുപ്പിച്ച് ഫുൾ ഓഫ്ലൈൻ ടണലെല്ലാം വെള്ളം കയറി തോന്നില്ല അന്നേരം പോലെ ഈ മഴക്ക് അതെ അതല്ല കടയിലെല്ലാം കയറിയില്ല കടലല്ല ടണല് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ ഇങ്ങനെ മേലെ മേലെ റോഡ് താഴെ റോഡ് അങ്ങനെ
മറ്റൊരു ടണല് മറ്റേ നമ്മളെ എന്താ പറയാ ട്രെയിന് പോകുന്ന സ്ഥലമില്ലേ ഇരുട്ട് കയറുന്ന അതിനെന്ത് പറയുന്ന നാട്ടില് നല്ല റെയിൻ പറയും അല്ല നമ്മ ട്രെയിന് പോകുമ്പോ ഇടക്കുമ്പോ ഇരുട്ട് കയറുന്നില്ലേ ഇഷ്ടമല്ല ആ അതിനെന്തോ പറയില്ലേ ഇഷ്ടമല്ലെങ്കിൽ നമ്മ പറയുന്നത് ബോംബെയിലേക്ക് പോകുന്ന ബോംബെയിലേക്കെല്ലാം പോകുമ്പോ ഇടക്ക് ഗുഹ പോലെ അങ്ങനത്തെ റോഡുണ്ട് ഇവിടെ ഉള്ളില് അതിന്റെ ഉള്ളിലുള്ള വെള്ളം കയറി മംഗലാരം പോകുമ്പോ ഉണ്ടല്ലോ ഒരു കുറച്ച് മല കയറിയിട്ടാക്കിയെന്നൊക്കെ പറഞ്ഞു അത് കുറച്ച് മതി ബൊമ്പയിലൊക്കെ കൊന്നപ്പോ വരുന്ന വഴി ഫുള്ള് മല തന്നെയല്ലേ മല തീർന്നിട്ടാക്കിയതല്ലേ അതുപോലെ ഇവിടെ തുരന്നിട്ടാക്കിയൊരു റോഡുണ്ട് ഇപ്പൊ എല്ലാം മുമ്പേ അധികം കപ്പാത്ത് എല്ലാം മണ്ണെല്ലാം കഴിഞ്ഞ് കൊണ്ടുപോകുമ്പോ അഴിച്ച് ഇപ്പം വലിപ്പം കേൾക്കില്ല നമ്മളെ ഫാമിലിയിലൊരു വ്ളോഗ് ഉണ്ട് സാധനം കൊണ്ടുവന്ന 3 വണ്ടിക്കാരാണ് ഏതാ പെട്ടിയാ ഓനെന്നെ ഇപ്പട്ട് ചിക്കൻ കൊണ്ടുവന്ന് ആ പെട്ടിക്കാരനെ കണ്ടിച്ചൊക്കെ അടിപൊളി ഇങ്ങനെ വിഷമോ അവരെന്നെ കൊണ്ടുവരുന്നു വിഷമാണല്ലോ ഓരോരോ ജീവിതത്തിന് വേണ്ടിയിട്ട് അത്രയും പോയി മണ്ണ് പോകുമ്പോൾ കൂട്ടിലൊക്കെ കേൾക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ മഴയും കൂടി കണ്ടില്ല ചേരിൻ്റെ അവിടെ പോയിട്ടേ കൊണ്ട് രാത്രി ഇഷ്ടം പോലെ പോകുന്നു അതൊക്കെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഭക്ഷണം കൊണ്ടുവന്നു ഉമ്മ ഇന്ന് കുറച്ച് ഐസ് ഉണ്ടായിട്ട് ഐസ് റീന് ഉമ്മക്ക് കിട്ടിയ ഐസ് കുറച്ചേ കിട്ടിട്ടാ ഉപ്പ മഴയിന്ന് അതെല്ലാം പാറുന്നു അതുണ്ടോ പാറ്റില്ലാത്ത ഗ്ലാസ്സിന് ഗ്ലാസ്സിനെ പാറിയിട്ട് ഒരു മറ്റേ വണ്ടിന്റെ വെള്ളം തെറിക്കുന്നതാണോ അറിയുള്ളൂ നിങ്ങൾക്ക് തണുപ്പില്ല കേട്ടാ ഫാത്തിമ മഴ ചെയ്താലും ആവത്രയായിരിക്കും രാത്രിയായിട്ടായിരിക്കും അത്ര തണുപ്പില്ല ഇന്ന് പുറത്തിറങ്ങിയാൽ എന്ത് തണുപ്പ് തണുപ്പില്ല ഇന്ന് മഴ മഴ നിന്നതിനാലോ എന്നിട്ട് തണുപ്പ് അറിയൽ ഇപ്പൊ ഇനി ശരിക്കും ഇതിന്റെ തണുപ്പ് അറിയൽ ചിലപ്പോ ശനിയാഴ്ച അത് ശരി അങ്ങനെ ഉണ്ടല്ലേ ബാക്കിലോട്ടാണ് തണുപ്പ് കിടകിടകിടകിട ഓരോക്കെ ഓർക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈനോ കണക്കായിട്ട് നമുക്ക് ചൂട് വരും എത്രയാന്ന് മഴ പെയ്ത ഡബിള് ചൂട് വരും പേടിയുണ്ട് ചിലപ്പോ അള്ളാന്റെ റിവാർഡ് ആയിരിക്കും അങ്ങനെ കണ്ടില്ലേ ന്യൂസിൽ ഏതോ ഒരു ആഫ്രിക്കക്കാരൻ ഷാർജയിൽ നിന്ന് പുറത്ത് മഴത്ത് വന്നിട്ട് അള്ളഹാനോട് ഹംദ് പറയുന്നത് അൽഹംദുലില്ലാ തസ്ബീഹും അലി തൊപ്പിയെല്ലാം പിടിച്ചിട്ട് അല്ല ഉമ്മാ ഞങ്ങൾക്ക് ഓർമ്മയുണ്ടാ ഇവിടെ മറ്റേ ഡിസംബർ ആയിട്ടും തണുപ്പും മഴയൊന്നും ആയിട്ടത്ര അപ്പം മറ്റേ പള്ളിന്നെല്ലാം പറയാൻ തുടങ്ങി മഴ വാന്ന് എന്നിട്ട് ലാസ്റ്റ് മഴ വന്നു ഒറ്റൊരു മഴ വന്നു എത്ര വലിയ മഴയെന്നറിയോ ഉമ്മ കുറച്ച് അതെയാ
സാധാത്തും വരുവോ? ആ സാധാരണ കുറച്ച് പ്രസവിക്കുന്നിടത്ത് തന്നെ ഉപ്പുള്ള അവിടെ ഞങ്ങൾക്ക് ഫസ്റ്റ് വേവിനെ ആദ്യം കാണില്ല കുഞ്ഞിനെ ഓന്റെ കൈമേലൊക്കെ കൊടുക്കല് ഇത്ര ദിവസം അവിടെ നിന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അതിന്റെ മുമ്പിലെ ഉമ്മാമ ഉപ്പം വന്നിട്ട് ലാവോലെ അന്നെ കൊണ്ട് ചൊറിയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് മറ്റുള്ളവരെ ചൊറിയാൻ ചൊറിഞ്ഞ് പപ്പടാക്കാം. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് നീ എടുത്ത് ഗിവ് ആൻഡ് ടേക്ക് ആണ്. നീ എവിടെയാണോ കൊടുക്കുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ സുമേന്റെ മുമ്പിലേ പോവാ. സുമയ തുറന്നിട്ടുണ്ട്. നിങ്ങൾ കസിൻസാറ് റെസ്റ്റോറന്റ് എങ്ങനെ ഉമ്മ പൂട്ടിയിട്ടല്ലേ? സുമയ അമ്മനാൻ തുറന്നിട്ടുണ്ടല്ലേ. കുട്ടിയല്ലേ ഗ്രോസറി ഇല്ല പൂട്ടി അല്ല പൂട്ടി. എല്ലാം ഒന്നായിട്ട് കൂട്ടുന്നല്ലോ. ഓരോരാളായിട്ട് ഇറങ്ങണം. ഗ്രോസറിക്കാരൻ ഇറങ്ങി. ഞാൻ ഇന്നലെ ഇല്ലേ, ഇന്നലെ ഞാൻ അതിലെ കൂടി വന്നേരം മറ്റേ ആ ബിൽഡിങ്ങിന്റെ ഡോർ ഓഫ് ആണ്. നോക്കട്ടെ. അതെങ്ങനെ ഓപ്പൺ? അതാ തുറന്നിട്ടുണ്ട്. ഇത് നമ്മളെ ഇതല്ല, ഈ സൈക്കിൾ ഷോപ്പില്ലേ, ഇത് ഈ ഫസ്റ്റത്തെ ഇത് സുമയാണ് ഇത് അതിന്റെ ഉള്ളിൽ അച്ചിട്ടല്ലേ അതിന്റെ ഇപ്പുറമുള്ള